കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ പ്രസംഗിച്ച കണ്ണൂരിലെ ജവഹർ സ്റ്റേഡിയത്തിൽ നിന്നും ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനെ യൂത്ത് കോൺഗ്രസ്സുകാർ ബലം പ്രയോഗിച്ച് ഇറക്കിവിട്ടു. കൈരളിയും ദേശാഭിമാനിയും ഒഴിച്ച് ഒരു മാധ്യമവും അത് വാർത്തയാക്കിയില്ല. അത് വാർത്തയല്ലാത്തത് കൊണ്ടായിരുന്നില്ല, മറിച്ച് ആ വാർത്ത കോൺഗ്രസിനും UDFിനും എതിരായി പോകുമോ എന്ന ആശങ്കയാണ്. നിഷ്പക്ഷ നാട്യക്കാരായ മാധ്യമങ്ങളുടെ പക്ഷമേതാണ് എന്ന് തെളിയിക്കുന്ന അനേകം സംഭവങ്ങളിൽ ഒന്നു മാത്രമാണിത്. പകരം കണ്ണൂരിൽ ജനസാഗരം എന്നാണ് ഈ മാധ്യമങ്ങളുടെ വാർത്താ സൃഷ്ടി. കണ്ണൂർ, കാസർഗോഡ്, വടകര ലോക്സഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തകരെ സംഘടിപ്പിച്ചായിരുന്നു മഹാറാലി എന്ന പേരിൽ പരിപാടി നടത്തിയത്. എന്നാൽ മുൻപൊരിക്കലുമില്ലാത്ത വിധം ജനപങ്കാളിത്തം ശുഷ്കമായിരുന്നു. ഇതും ഈ മാധ്യമങ്ങൾ മൂടിവെച്ചു എന്ന് മാത്രമല്ല, വൻ റാലിയായി ചിത്രീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി രാഹുൽജിയുടെ പ്രസംഗത്തിലേക്ക് വരാം. രാഷ്ട്രീയ നിലപാടുകളിൽ മലക്കം മറിയുന്ന ഒരു ജെല്ലി ഫിഷിൻ്റെ വേഷമാണ് കേരളത്തിലെത്തുമ്പോൾ രാഹുൽ ഗാന്ധി കെട്ടുന്നത്. കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്നതിനെതിരെ കേരളത്തിന് പുറത്ത് വാതോരാതെ പ്രസംഗിക്കുകയും കേരളത്തിലെത്തുമ്പോൾ മലക്കം മറുകയും ചെയ്യുന്നു. ഇന്നലെ കണ്ണൂരിലും പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ കേന്ദ്ര ഏജൻസികളെ BJP ദുരുപയോഗം ചെയ്യുന്നുവെന്ന് കുറ്റപ്പെടുത്തിയെങ്കിലും അല്പനിമിഷത്തിനകം ഓന്തിനെ പോലെ നിറം മാറി. ഈ നിറം മാറ്റവും മാധ്യമങ്ങൾക്ക് ചർച്ചയല്ല. 2 മുഖ്യമന്ത്രിമാരെ ജയിലിലടച്ച ED കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തതിലും അറസ്റ്റ് ചെയ്യാത്തതിലും രാഹുൽ ഗാന്ധി രോഷം കൊള്ളുകയാണ്. കേരള മുഖ്യമന്ത്രി എന്താ മോദിയെ വിമർശിക്കാത്തത് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചത്. മോദിയെ വിമർശിക്കാതെ മുഖ്യമന്ത്രി തന്നെ വിമർശിക്കുന്നുവെന്നാണ് കണ്ണൂരിലെ കുണ്ഠിതം. അപ്പോൾ കാര്യം പിടികിട്ടിയില്ലേ? വിമർശനം ജിക്ക് അങ്ങ് സഹിക്കുന്നില്ല. കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തുടരുന്ന മൃദു ഹിന്ദുത്വ നിലപാടിനെയും BJPക്ക് കീഴടങ്ങുന്ന സമീപനങ്ങളെയുമാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. സ്വന്തം പാർട്ടിയുടെ കൊടി പോലും പിടിക്കാതെ BJPക്ക് കീഴടങ്ങുന്ന ദയനീയ അവസ്ഥയെക്കുറിച്ചും മുഖ്യമന്ത്രി പറഞ്ഞു. മോദിയെയും BJPയെയും ശക്തമായി വിമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയും CPM നേതാക്കളും കോൺഗ്രസിൻ്റെ ഈ ഭീരുത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത്. ആ വിമർശനത്തിന് മറുപടി ഇല്ലാതായപ്പോഴാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ കളി നടത്തുന്ന മോദിയുടെ നിലപാട് കേരളത്തിലും ആവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ ഇതിനായി BJPയും കേന്ദ്ര ഏജൻസികളും തലകുത്തി മറിഞ്ഞിട്ടും ഒന്നും കിട്ടാത്തതാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കോൺഗ്രസിൻ്റെ ഈ ദേശീയ നേതാവിന് കഴിയുന്നില്ല. അതേസമയം മതത്തിൻ്റെ പേരിൽ ഒരു വിഭാഗത്തെ പുറത്താക്കാൻ നോക്കുന്ന പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള മൗനം തുടരുന്നതും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും കൊടി ഉപേക്ഷിച്ചതും കണ്ണൂരിലും കണ്ടു. ആരാണ് മോദിയെ ഭയക്കുന്നുവെന്ന് ഇതാണ് തെളിയിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അതിൻ്റെ എക്കാലത്തെയും വലിയ ജീർണാവസ്ഥയിലും ദുർബലതയിലുമാണ്. കോൺഗ്രസ് മുഖപത്രമായ നാഷണൽ ഹെറാൾഡ് കേസിൽ 800 കോടിയുടെ അഴിമതി നടന്നുവെന്നല്ലേ പറയുന്നത്. ED എന്താ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാത്തത്? പിണറായിയെ ചോദ്യം ചെയ്തില്ലേ എന്ന് കുണ്ഠിതപ്പെടുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഈ കേസിൽ അറസ്റ്റിലാവാതെ രക്ഷപ്പെട്ടുവെന്ന് വ്യക്തമാക്കണം. ഇലക്ട്രൽ ബോണ്ട് അഴിമതി പുറത്തു വന്നത് CPMൻ്റെ നിയമ പോരാട്ടത്തിലൂടെയായിരുന്നല്ലോ. അതിൽ കോൺഗ്രസിനുള്ള അസംതൃപ്തി വ്യക്തമാണ്. റോബർട്ട് വധേര പ്രതിയായ ഭൂമി കുംഭകോണ കേസ് പിൻവലിച്ചത് കൂട്ടുപ്രതികളായ DLF കോടികളുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്തത് കൊണ്ടല്ലേ. ഇത്തരം അഴിമതി പുറത്തു വന്നതിലെ അങ്കലാപ്പാണ് രാഹുൽ ഗാന്ധി പ്രകടിപ്പിക്കുന്നത്. അതല്ല, ഇതിലും താങ്കൾക്ക് മോദിയുമായി ബന്ധമുണ്ടോ? അതല്ലെങ്കിൽ വധേരയെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിക്കാൻ ധൈര്യമുണ്ടോ? ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ്. 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ മുതലക്കണ്ണീരൊഴുക്കിയ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ് മുൻപ് സ്വീകരിച്ച തെറ്റായ സമീപനത്തിൽ പശ്ചാത്തപിക്കുന്നില്ല? കേജ്രിവാളിനെതിരെ പരാതി ഉന്നയിച്ചത് കോൺഗ്രസ് നേതൃത്വമല്ലേ? BJPക്കെതിരായ ദേശീയ മുഖമായ കേജ്രിവാളിനെയും കോൺഗ്രസ് ഭയപ്പെടുന്നുവെന്നല്ലേ ഇത് തെളിയിക്കുന്നത്? ആ കോൺഗ്രസിൻ്റെ നേതാവാണ് കേരളത്തിൽ വന്ന് BJPക്കെതിരെ സംസാരിക്കാത്തതിനെക്കുറിച്ച് വാചാലനാവുന്നത്. ഈ നിലപാടിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ വയനാട്ടിലേക്ക് പേടിച്ചോടിയതിനു പകരം ഇത്തവണ കൂടി അമേഠിയിൽ മത്സരിച്ച് മോദിക്കെതിരെ നെഞ്ചു വിരിച്ച് നിൽക്കാമായിരുന്നില്ലേ? അത്ര ധൈര്യമുണ്ടെങ്കിൽ വാരണാസിയിൽ പോയി മോദിക്കെതിരെ മത്സരിച്ചുകൂടെ? ഇതിനൊന്നും ത്രാണിയില്ലാതെ കേരളത്തിൽ വന്ന് വലിയ വായിൽ BJP വിരുദ്ധത പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം? ഇവിടെ പ്രധാന മത്സരം LDFും UDFും തമ്മിലാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും നേരിട്ടുള്ള മത്സരം. അതിലൊരു സ്ഥാനാർത്ഥി മാത്രമാണ് രാഹുൽ ഗാന്ധി. ആ മണ്ഡലത്തിൽ എത്തുമ്പോഴും അല്ലാതെയും ആ മുന്നണിയുടെ നിലപാടിനെ എതിർമുന്നണിയായ LDFിൻ്റെ നേതാക്കൾക്ക് ശക്തമായി വിമർശിക്കേണ്ടതായി വരും. അതാണ് പിണറായി വിജയനും ചെയ്തത്. അതിൽ കുണ്ഠിതപ്പെടുന്നതിന് പകരം ആ വിമർശനത്തെക്കുറിച്ച് ആത്മപരിശോധന നടത്തുകയാണ് വേണ്ടത്. BJPയെ പേടിച്ച് സ്വന്തം പാർട്ടിയുടെ കൊടി ഉപേക്ഷിച്ചു.
പച്ച നിറത്തെ പോലും ഭയക്കുന്നു. BJPയെ നേരിടാൻ ത്രാണിയില്ലാതെ കേരളത്തിലേക്ക് ഒളിച്ചോടുന്നു. ഇത് പറയുമ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് എന്തിനാണ്? ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഓലപ്പാമ്പുകൾ കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPMനെയും വിരട്ടാമെന്നാണോ കരുതുന്നത്? ഇത്തരം അറസ്റ്റിലും ഭീഷണിയിലും ഒന്നും കുലുങ്ങുന്ന ആളല്ല പിണറായി വിജയൻ എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം. രാഹുലിൻ്റെ മുത്തശ്ശി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് അന്നത്തെ പോലീസിനെ ഉപയോഗിച്ച് ഇതിന് ഒരുപാട് ശ്രമിച്ചതാണ്. ക്രൂരമായി മർദ്ദിച്ചും ജയിലിലടച്ചും പീഡിപ്പിച്ചു. അന്നും തെല്ലും കുലുങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, വർദ്ധിത വീര്യത്തോടെ പോരാട്ടം തുടരുകയും ചെയ്തു. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെയായി എതിരാളികളുടെ ഇത്തരം കടന്നാക്രമണങ്ങൾക്ക് മുൻപിൽ നെഞ്ചു വിരിച്ച് നിന്നാണ് ഇന്ന് കാണുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് എത്തിയത്. കഴിഞ്ഞ 5-6 വർഷമായി മോദിയും കേന്ദ്ര ഏജൻസികളും പഠിച്ച പണി 18 പയറ്റിയിട്ടും ഒരു ചുക്കും ചെയ്യാനായില്ല എന്നും രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം.